Reset that. How? Just refresh it in. I'll do it. Sorry. Hi, Sindhus. Anakha, thank you for coming back. ഇവിടെ നെറ്റ് കുളമായിപ്പോയി, അത് കാരണം. ഹായ് മാലവിക, ഹായ് ജോസൂട്ടി. സൈക്കഡലിക് കർമ്മ. ഇപ്പോൾ ഓക്കെ, താങ്ക് യു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫീഡ്ബാക്ക് തരണം, അറിയില്ല അല്ലെങ്കിൽ. താങ്ക് യു അനഖ. ഹായ് റെഡ് കിങ്. കുണ്ടുമണി ഹായ്. ജോസ്ന ജോസഫ്. റാം ഹായ്. ബ്ലാക്ക് ക്വീൻ സുഖാണോ? Are you good? മഞ്ജു മേനൻ ഹായ്. മറിയാമു ഹായ്. സ്വൈൻ രുദ്ര താങ്ക് യു ഹായ്. സോനാൽ ഹായ്. റോയൽ ക്വീൻ മണിക്കുട്ടനെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാം കാണുന്നതല്ലേ. മണിക്കുട്ടൻ is a good player, he's a good actor. ഇടയ്ക്ക് പോസ് ആവുന്നു ആണോ? ഇപ്പോഴും പ്രശ്നമുണ്ട്. ഓക്കെ, എൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുക്കുമോ പ്ലീസ്? ഞാൻ ഫോർവേഡ് ചെയ്യാം. എനിക്ക് പ്രോമിസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് അങ്ങനെ അറിയില്ല. അതെ, കേരളത്തിലാണ്. ഞാനിപ്പോൾ നോർത്ത് പറൂരാണ്. ഹായ് അനഖ. ഹായ് പവിത്ര എന്നാണ്. Sorry, I didn't catch that. Do you think you and Ritu could be friends outside? Definitely. Wedding day. Definitely ഞാനും ഋതും വെളിയിൽ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. വർണ്ണ വിനോദ് ഹായ്. സുഖാണ്. വാട്ട് അബൌട്ട് ഫിറോസ് ആൻഡ് സജ്ന? ഞാൻ സജ്ന അടുത്ത് ഓൾറെഡി സംസാരിക്കുന്നുണ്ട്. താങ്ക് യു മെൽവിൻ. സജ്ന അടുത്ത് ഞങ്ങൾ 2 പ്രാവശ്യമായി ഫോണിൽ കൂടെ സംസാരിക്കുന്നു. നല്ല രസമാണ്. How is your Odyssey going? Ram, my Odyssey, I've just started my practice. കുറേ നാളായി. ഞാൻ പക്ഷേ ബിഗ് ബോസിൽ വെച്ചിട്ട് ഞാൻ ഒഡിസി രാവിലെ, അതായത് നമ്മുടെ പാട്ട് വരുന്നതിന് മുമ്പ് പല ദിവസവും യോഗയും ഡാൻസും ഒക്കെ ഞാൻ അവിടെ വെച്ചും പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഹായ് മല്ലിക. I'm good. I'm managing. തൃശ്ശൂർക്കാരി സായി പറഞ്ഞല്ലോ, എല്ലാ കണ്ടസ്റ്റൻസും അവിടെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. They are all playing their games very well. ഡസ്കി ഗേൾ ഹായ്. ലക്ഷ്മി ഹായ്. സൈന്ത് പ്രിൻസ് ഹായ്. ബേബി ക്വീൻ ചേച്ചി. വീട്ടിലെല്ലാവരും സുഖമാണ്. വീട്ടിൽ മോൻ വന്നിട്ടുണ്ട്, മലേഷ്യയിൽ നിന്ന് മോൻ വന്നിട്ടുണ്ട്. മനോജും മോളും മലേഷ്യയിലാണ്. മിസ്സി ഉണ്ട്, പക്ഷേ അവർ സുഖമായിട്ടിരിക്കുന്നു. രഞ്ജി ഐ എം ഗുഡ്. ഫാമിലി ഒക്കെ എവിടെയാണ്? ഞാൻ പറഞ്ഞല്ലോ, മെന്റലിസ്റ്റ് ആദിയുടെ ഫ്രണ്ടാണോ? സോംകീസ്റ്റോ. യെസ്, മെന്റലിസ്റ്റ് ആദിയുടെ ഫ്രണ്ടാണ്. ഞങ്ങൾ 2019 ഞാൻ ആദ്യം അതേപോലെ ഒരു ആന്റണി ജാക്വിനെയും കൂടെ ചേർത്തിട്ട്, നോ ഹി ഹാസ് എ നെയിം, ഐ വാസ് ട്രൈങ് ടു ഗെറ്റ് ദാറ്റ്. മെന്റലിസ്റ്റ് ആദ്യം ഹിപ്നോട്ടിസ്റ്റ്, ദാറ്റ്സ് റൈറ്റ്. ആ വാക്ക് വരുന്നുണ്ടായിരുന്നില്ല. വുഡ് ലൈക്ക് ടു സീ എ മോർണിംഗ് ഡാൻസ്. ശിവാനി മനോജ്, എൻ്റെ പൊന്നു മോളെ, ഐ ഫുള്ളി ഷോ യു ഓൾ മൈ ഡാൻസസ്. മെന്റലിസ്റ്റ് ആദ്യം അതുപോലെ ഹിപ്നോട്ടിസ്റ്റ് ആന്റണി ജാക്വിനെയും ഞാൻ 2019 ഒരു ഷോയ്ക്ക് കൊണ്ടുവന്നു. 2019 അല്ല, 2020 ആയിരുന്നു. ബട്ട് എനിവേ, ഒരു നല്ല ഷോ, മലേഷ്യയിൽ ആദ്യമായിട്ടായിരുന്നു അങ്ങനത്തെ ഒരു ഷോ, അത് നടത്തി. അപ്പോൾ വി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. വർണ്ണ സുഖാണ്. ഡസ്കി ഗേൾ ഐ മിസ് BB3 as well. എൻ്റെ നെയിം പറയാം, സിനാൻ ക്രഷ് ഹായ്. ചേച്ചിയുടെ മലയാളം സൂപ്പർ. താങ്ക് യു നീത. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കോംപ്ലിമെൻ്റാണ്. ഏറ്റവും കൂടുതൽ മലയാളം പറയാൻ നല്ല വാക്കുകൾ പറഞ്ഞ് നല്ല രീതിയിൽ മലയാളം സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ താങ്ക് യു സോ മച്ച്. ഡിംപുവിനെ പറ്റി പറയാമോ? ഡിംപുവിനെ കുറിച്ച് എന്താണ് പറയേണ്ടത്? ഡിംപുവിനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. ഡിംപുവിനെ അകത്തും നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട്. ഗെയിമിൽ പറയുന്ന കാര്യങ്ങളും ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള ടാസ്കുകളും അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ.
പവിത്ര നായർ എന്നല്ലേ പേര്. ഐ എം ഫ്രം KL. ചേച്ചി വുഡ് ലവ് ടു കം ആൻഡ് സീ യു ഇൻ മാനസ. ഓ ഫാൻറ്റാസ്റ്റിക്, ഡെഫിനറ്റ്ലി പവിത്ര, ലെറ്റ്സ് മീറ്റ് അപ്പ്. മാനസയിൽ വന്നാൽ വളരെ വളരെ സന്തോഷം. ആൻഡ് ലെറ്റ്സ് ഡെഫിനറ്റ്ലി മീറ്റ് അപ്പ് ദർ. M17 നീഹ, ഓക്കെ, നോർത്ത് പറവൂരാണ്, വണ്ടർഫുൾ. ചേച്ചി BB സ്റ്റൈൽ ഡാൻസ് ഇടാമോ? ഡെഫിനറ്റ്ലി അനക്ക. എനിക്ക് 2-3 സോങ്സ് ഒന്ന് റെക്കമെൻഡ് ചെയ്യും. ഐ എം വെരി ബാഡ് ഇൻ സെലക്ടിങ് സോങ്സ്. പക്ഷേ എന്തെങ്കിലും സോങ് സജസ്റ്റ് ചെയ്താൽ ഞാൻ നെക്സ്റ്റ് ഡേ വീഡിയോ ഇടാം. മല്ലിക, ഞാൻ പറൂരാണ് മല്ലിക, കൊച്ചി, നോർത്ത് പറൂർ. ഡിംപിളിനെ പറ്റി എന്തെങ്കിലും പറയാമോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വെയിറ്റിംഗ് ഫോർ യുവർ ഡാൻസ്, ഡെഫിനറ്റ്ലി. ചേച്ചി, oh yes, BB Cafe, you think it was worth going to BB Cafe? BB Cafeയിൽ അത് ആഫ്റ്റർ പ്രോഗ്രാം അല്ലേ, അത് എനിക്കറിയില്ല. ബട്ട് BB ഹൗസ്, യെസ്, ഡെഫിനറ്റ്ലി. ഡിംപുവിന് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. ഡിംപുവിന് കുറച്ച് സ്പേസ് കൊടുക്കേണ്ട സമയമാണല്ലോ. സോ അത് കഴിഞ്ഞ് ഡിംപു ഓക്കെ ആകുമ്പോൾ ഡെഫിനറ്റ്ലി വിളിക്കും, ഡെഫിനറ്റ്ലി കാണും. ഐ എം സോ ഹാപ്പി ടു സീ യു മാം. കാർത്തിക, താങ്ക് യു സോ മച്ച്. കൃഷ്ണ വാച്ച, താങ്ക് യു സോ മച്ച്. താങ്ക് യു സംഗീത. സാരികളിൽ ഇങ്ങനെ ഓവർ ദ ഇയേഴ്സ് ഞാൻ BBക്ക് വന്നപ്പോൾ വരണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ജാനുവരി 1st വീക്കാണ് എൻ്റെ പ്രൊഫൈൽ അവർക്ക് കിട്ടിയതും ഇൻ്റർവ്യൂ നടന്നു. അപ്പോൾ എനിക്കധികം സമയം കിട്ടിയില്ല. ആൻഡ് അവർ വരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക, മലേഷ്യയിൽ ലോക്ക്ഡൗൺ ആയിരുന്നു, അവിടെ ലോക്ക്ഡൗൺ ആയിരുന്നു. അപ്പോൾ എനിക്കധികം ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതൊരു കണക്കിന് നന്നായി. വീട്ടിലുള്ള സാരിയും ബ്ലൗസും എല്ലാം തേച്ച് മിനുക്കിയെടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്നു. സോ ഇറ്റ്സ് ഓക്കെ. അമൽ, സുഖാണ് അമൽ, താങ്ക് യു സോ മച്ച്. നിജോ, നിജു മണിക്കുട്ടനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല ഞാൻ ചെയ്തത്. മണിക്കുട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഹേർട്ടായി. അപ്പോൾ നമുക്ക് അവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആവും. അവിടെ അത്രയും ദിവസം നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നു. അപ്പോൾ എന്ത് വന്നാലും ഒന്നെങ്കിൽ അത് ഗെയിമാണ്, അല്ലെങ്കിൽ നമ്മൾ ഹേർട്ടാവും. അപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. നമ്മൾ വെളിയിലത്തെ കാര്യം സത്യം പറഞ്ഞാൽ ആലോചിക്കണമായിരുന്നു. അങ്ങനത്തെ ഒരു ഗെയിമർ അല്ലായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് ഹേർട്ടായപ്പോൾ ഞാൻ എൻ്റെ ഒരു സങ്കടം പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ മണിക്കുട്ടനെ ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മണിക്കുട്ടൻ്റെ ഫാൻസിനെ ഹേർട്ട് ചെയ്യണമെന്ന് ഞാൻ ഒട്ടും നിരീക്ഷിച്ചിരുന്നില്ല. മണിക്കുട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സങ്കടമായി. ആ സങ്കടം ഞാൻ ലാൽ സാറിനോട് പറഞ്ഞു എന്നല്ലാതെ മണിക്കുട്ടൻ്റെ എതിരെ പോയി ഞാൻ ഒരു വിധത്തിൽ ഞാൻ അപമര്യാദയായിട്ട് പെരുമാറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അത് ഉദ്ദേശിച്ചിട്ടുമില്ല. സാർ എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ സങ്കടം പറഞ്ഞാണ് ഞാൻ. അപ്പോൾ സങ്കടപ്പെട്ടത് ഞാനാണ്. കാര്യം ജീവിതം മുഴുവൻ മാറ്റിവെച്ചത് കലയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്കറിയാമോ, കലാകാരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആർക്കാണെങ്കിലും സങ്കടം തോന്നില്ലേ. അപ്പോൾ ആ ഒരു സങ്കടം പറഞ്ഞു തന്നുള്ളൂ. അല്ലാതെ മണിക്കുട്ടനെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ മണിക്കുട്ടനെ എഗെയിൻസ്റ്റ് പോവോ. സങ്കടം വന്നു, സങ്കടത്തിൽ ദേഷ്യം വരും, തീർച്ചയായിട്ടും ദേഷ്യം വരും. സങ്കടത്തിൻ്റെ ഒരു ദേഷ്യം വരുമല്ലോ, അത് വരും. അത് അവിടെ ഇവിടെയൊക്കെ ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മണിക്കുട്ടനെ ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മണിക്കുട്ടൻ്റെ മണിക്കുട്ടൻ്റെ ഫാൻസിനെ ഹേർട്ട് ചെയ്യാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. സോ അങ്ങനെ ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഐ എം സോ സോറി. അത് മനസ്സിലാക്കുന്നു കരുതുന്നു. താങ്ക് യു പാച്ചി. നിക്കിത, നമുക്ക് അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്താലോ? നമുക്ക് കുറച്ച് കൊച്ചിക്കാർക്ക് എല്ലാവർക്കും കൂടെ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം ശരിയാവുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി മീറ്റ് ചെയ്ത് ഒരു എന്താ പറയുക, മീറ്റ് ആൻഡ് ഗ്രീറ്റ് പോലെയോ അങ്ങനെ മീറ്റ് മൈ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യും. ചേച്ചി, I just wanted to repeat what all are saying, the clarity of your opinions and analysis of each people in BBR. താങ്ക് യു സോ മച്ച് ഗായു. അത് പറയുന്നതിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ബിക്കോസ് ചിലപ്പോൾ ചില കമൻസ് വായിക്കാലിരിക്കില്ലേ, അതുപോലെയായി. ഹായ് വിധു. Thy wedding day you were lovely and as original as one can be, so don't be sad about being out. ഇല്ല, Thy wedding day പേരറിയാത്തതുകൊണ്ടാണ് കേട്ടോ. സാഡ് അല്ല, I was happy in what I could get done. പിന്നെ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നമ്മൾക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് സങ്കടം വരും, ബിക്കോസ് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. പക്ഷേ ആ 70 days ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓരോ ദിവസവും 50 days കഴിഞ്ഞ് എവ്രി ഡേ ഐ വെൻറ്റ് ടു ബെഡ്. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ സമാധാനത്തോടുകൂടി ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയിട്ട് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഐ ഡൺ ജസ്റ്റിഫയബിൾ തിങ്സ് എന്നുള്ളത് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സോ
മാം ഹൗ മെനി ലാംഗ്വേജസ് ഡു യു നോ? അഞ്ജലി, എനിക്ക് മലയാളം കേട്ടല്ലോ, ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, തമിഴ് അറിയാം, ഹിന്ദി നന്നായിട്ട് അറിയാം, അറബിക്ക് വായിക്കാൻ ഏറെക്കുറെ നന്നായിട്ട് പറ്റും, പിന്നെ മലേ അത്യാവശ്യം, മലേഷ്യൻ മലേ ലാംഗ്വേജ് ഒരുമാതിരി നമുക്ക് ഒരു ചെറിയ കോൺവെർസേഷൻ വരെ പോവാം. പക്ഷെ ഞാനൊരു ലാംഗ്വേജ് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു നല്ലോണം ആ കോൺവെർസേഷൻ നന്നായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റണം. മലയും നമുക്ക് മാനേജ് ചെയ്യാം, പക്ഷെ ഒരുപാട് പോയാൽ പറ്റില്ല. മലയാളം, ഹിന്ദി, തമിഴ്, ഇന്ത്യൻ ലാംഗ്വേജസ്, ഇംഗ്ലീഷ്, മലേ, അറബി വായിക്കാം. സോ അഞ്ജലി, ദാറ്റ്സ് ദി ആൻസർ. നീത, താങ്ക് യു സോ മച്ച്. ചേച്ചി ഒരു പാവമാണ്, ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് ചേച്ചി. ലവ് യു ചേച്ചി. ലവ് യു നീത, താങ്ക് യു സോ മച്ച്. അയ്യോ ഷാനു ഹബി, പാട്ട് മാത്രം പാടാൻ പറയരുത്. പാട്ടൊക്കെ നമ്മൾ കേട്ട് ഡാൻസ് ചെയ്യും, പക്ഷെ പാട്ട് പാടി കുളമാക്കരുതെന്നൊരാഗ്രഹമുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം നന്നായിട്ട് ഞാൻ പ്രാക്ടീസൊക്കെ ചെയ്ത് നന്നായിട്ട് പാടിത്തരാം. പക്ഷെ ഇന്ന് വേണ്ട, ഇന്ന് ചിലപ്പോൾ കുളവും. അരവിന്ദ്, ഡെഫിനറ്റ്ലി. അരവിന്ദ് രമേശ്, ഹായ്. സ്വാഗതം കൃഷ്ണ, ഡാൻസ് കളിക്കൂ ചേച്ചി. ഡെഫിനറ്റ്ലി. ഏതെങ്കിലും ഇഷ്ടമുള്ള സ്വാഗതം കൃഷ്ണയുടെ ട്രാക്ക് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഫോർവേഡ് ചെയ്യൂ അമൽ. അതല്ല എന്നാണെങ്കിൽ ഞാൻ കണ്ടുപിടിക്കാം. പക്ഷെ ഡെഫിനറ്റ്ലി കളിക്കാം, 101%. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു മ്യൂസിക്കാണത്, സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ. താങ്ക് യു ബെറ്റ്സൺ, താങ്ക് യു സോ മച്ച്. ജയമധു, താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്. സന്ധ്യാജി തന്നെ 99th വൈൽഡ് കാർഡ് എൻട്രി ഉണ്ട്. ഐ റിയലി വിഷ് നിങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഇരുന്ന് എന്നെ തിരിച്ചു കൊണ്ടുവരാനിരിക്കണേന്ന് ഇപ്പൊ ആഗ്രഹിച്ചു പോണു. ഇപ്പോഴത്തെ ആഗ്രഹമാണ് അങ്ങനെ ഒരു കമന്റ് കണ്ട കാരണം. ഹായ് ആനന്ദ്, ഹായ് നജിയ, ഹായ് ഷാറു, താങ്ക് യു സോ മച്ച്. താങ്ക് യു ലക്കി ലാഡ്. ചേച്ചി ഉയർ, ഓ ആരി, താങ്ക് യു സോ മച്ച്. ശ്രീജിത്ത്, ഹായ്. ഹായ് മാം, ഇഫ് യു വോണ്ട് ടു ടേക്ക് വൺ നെയിം, ഹൂം വുഡ് യു മിസ് ദ മോസ്റ്റ്? ബിഗ് ബോസിൽ സി ആസ് എ ഫ്രണ്ട് ഐ വോണ്ട് ഡിനൈ ഇറ്റ്. ഞാൻ കിഡ്ലം ഫിറോസിൻ്റെ ഫ്രണ്ട് തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി ഞാൻ ആ ഒരു എന്താ പറയുക പ്രൊഡക്റ്റീവ് കോൺവെർസേഷൻസ് ശരിക്കും കിഡ്ലം ഫിറോസിൻ്റെ കൂടെ തന്നെയായിരുന്നു. സോ ഐ ഡു മിസ് ഹാവിങ് ദോസ് ബ്രില്യൻറ്റ് കോൺവെർസേഷൻസ് വിത്ത് ഹിം. പിന്നെ പാലി ഈ എന്താ പറയുക നമ്മൾ അടിച്ചു പൊളിച്ച് നമ്മളിങ്ങനെ ഒരു ഫൺ രീതിയിൽ കളിക്കുന്നത് മുഴുവൻ റംസൂൻ്റെ കൂടെയായിരുന്നു. കാര്യം ഞാൻ എൻ്റെ മോനെ ഇങ്ങനെ ഇട്ട് ഞോണ്ടുന്ന അതേ ഇതായിരുന്നു അവിടെ വെച്ചിട്ട്. ഇറങ്ങി വന്ന ഉടനെ എൻ്റെ മോൻ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് റിയലി ഹാപ്പി. അപ്പോൾ റംസൂനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം ചോക്ലേറ്റ് കഴിക്കുന്നില്ല, എന്താ വെച്ചാൽ ഞാൻ അവനെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നോബി മാർക്കോസിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നോബിയെ ഞാനിങ്ങനെ കൗണ്ടർ അടിക്കലും അങ്ങനത്തെയൊക്കെ കുറേ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്ച്വലി നമ്മളൊരു വീട്ടിൽ അത്രയും ദിവസം നിൽക്കുമ്പോൾ നമ്മൾ അവരെയൊക്കെ മിസ് ചെയ്യും. വെളിയിൽ വന്ന് എവിക്റ്റായി എല്ലാവരെയും നമ്മൾ ഫോൺ ചെയ്തു. കാര്യം അതൊരു ബോണ്ടാണ്, അതൊരു ബന്ധമാണ്. അതെത്ര അവിടെ അടിയും ഇടിയൊക്കെ ഉണ്ടാക്കിയാലും അത് മറക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് അവിടെ സന്തോഷിക്കാൻ എത്ര നിമിഷങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ 24 മണിക്കൂറിൽ നമ്മൾ 24 മണിക്കൂറും അടി ഉണ്ടാക്കണില്ല, 24 മണിക്കൂർ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞില്ല. നമ്മൾ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നുണ്ട്, ടാസ്കുകൾ ചെയ്യുന്നുണ്ട്, പല പല ടീമുകളാവുന്നുണ്ട്. അനൂപ്പും ഞാൻ നല്ല രസമായിരുന്നു അവിടെ. അപ്പോൾ എല്ലാവരുമായിട്ട്, ഇപ്പോൾ സായി ആയിട്ടാണെങ്കിൽ ആദ്യത്തെ കുറേ നാൾ ഞാൻ സായിയെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യിച്ചിരുന്നു, എൻ്റെ ആക്സസറീസൊക്കെ കൊടുത്ത് ലാൽ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഋതു ആണെങ്കിലും ഞാൻ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. സൂര്യയായിട്ടും സൂര്യ സാരിയൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തരായിട്ടും ഓരോരോ പേഴ്സണൽ എന്താ പറയുക പേഴ്സണൽ കണക്റ്റ് വന്നിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മൾ ഈ അടി മാത്രമല്ലല്ലോ, അടി എന്ന് പറയണത് ഞാൻ എപ്പോഴും പറയും, ഒരു ഫ്രണ്ട്ഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ നമ്മൾ ഒരുപാട് സമയം നമ്മൾ നല്ല കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു 2 വർഷമായിട്ടൊരു ഫ്രണ്ടാണെന്ന് വിചാരിക്കും. ആ 2 വർഷം മിക്കവാറും നമ്മൾ ഫോൺ ചെയ്യും, നമ്മൾ സംസാരിക്കും, നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് ഒരുപാട് നല്ല എന്താ പറയുക നമ്മുടെ സങ്കടങ്ങളും ഷെയർ ചെയ്യും, നമ്മുടെ സന്തോഷങ്ങളും ഷെയർ ചെയ്യും. പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം വരും.
മേ ബി 2 വർഷം കഴിഞ്ഞിട്ടൊരു അഭിപ്രായ വ്യത്യാസം വരും. ആ അഭിപ്രായ വ്യത്യാസം വന്ന ഉടനെ പിന്നെ സങ്കടമായി, ദേഷ്യമായി, പിന്നെ അടിയായി, ബഹളമായി. പക്ഷേ ആ 2 വർഷത്തെ ബന്ധം മറക്കാവോ? ആ 2 വർഷത്തെ അത്രയും നല്ല സമയം ഈ ഒരൊറ്റ അടിയിൽ കളയണം. ശരി, കളഞ്ഞോളൂ, ബന്ധം കളഞ്ഞോളൂ, എന്നാലും ആ ബന്ധത്തിൻ്റെ വാല്യൂ കളയരുത്. അപ്പോൾ ഒരുപാട് അടിയിലേക്ക് പോവാണ്ട് അത് ആ ബന്ധത്തിൻ്റെ നല്ല സമയം കഴിഞ്ഞു, പക്ഷെ ആ ചീത്ത സമയം നമ്മൾ ഡ്രാഗ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ്. അപ്പോൾ ഇപ്പം ചേർന്ന് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ആ ഉള്ള സമയം നമുക്ക് നമ്മുടെ മനസ്സിൽ നല്ല സമയങ്ങളായിട്ട് സൂക്ഷിക്കാമല്ലോ. അതിനെ നമ്മൾ ഒരുപാട് മോശമാക്കി ദേഷ്യപ്പെട്ട് അതിനെ പിന്നെ കൊണ്ട് നടന്ന് നമ്മുടെ മനസ്സിൽ അതൊരു ഭാരമായി ഒരിക്കലും പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ വാല്യൂ ചെയ്യാൻ പറ്റാത്തൊരു രീതിക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഏതൊരു സുഹൃത്ത് ബന്ധത്തിലും ഏതൊരു ബന്ധത്തിലും ഞാൻ ഏറ്റവും കൂടുതൽ പറയാറുള്ളത്, ഞാൻ എനിക്ക് തന്നെ ശ്രമിക്കാറുള്ളതും ആ നല്ല സമയങ്ങൾ സൂക്ഷിക്കുക. ആ മോശപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നു കളയണ്ട. അത് നമുക്കൊരു കിട്ടിയൊരു പാഠമാണ്. പക്ഷേ അതവിടെ കിടന്നോട്ടെ. അതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് നാശമാക്കണ്ട ആ നല്ല സമയത്തിനെ. ഗുഡ് ജോബ് അക്ക. സെൽവേന്ദ്ര, താങ്ക് യു സോ മച്ച്. യുവർ ഒപ്പീനിയൻ അബൌട്ട് സൂര്യാസ് ലവ്, ഇസ് ഇറ്റ് റിയൽ? അത് സൂര്യയോട് തന്നെ ചോദിക്കണം. ലവ് നമ്മുടെ ഓരോ ഇമോഷൻസും നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. സൂര്യടുത്ത് ഞാൻ ഒരിക്കൽ ചോദിച്ചിരുന്നു, അത് കാണിച്ചു എന്ന് അച്ഛനും അമ്മയും പറഞ്ഞു. അപ്പോൾ ഞാൻ ആ അഭിപ്രായത്തിൽ തന്നെ ഞാൻ നിൽക്കുന്നു. വേറെ മാറ്റമൊന്നും എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് സൂര്യയ്ക്ക് സത്യമായിട്ട് റിയൽ അല്ലേ എന്നുള്ളത് സൂര്യയ്ക്കും മണിക്കൂട്ടിനൊക്കെ തന്നെ പറയാൻ പറ്റുള്ളൂ. മിഥുൻ ഹായ്. ഉന്നേ കാണാമൽ എനിക്ക് ഏതെങ്കിലും ഒരു യൂട്യൂബ് ലിങ്ക് എനിക്കൊരു ലിങ്കായിട്ട് അയച്ചു തന്നെ ക്യൂട്ടിപ്പായി, ഞാൻ ഡെഫിനറ്റ്ലി ഇടാം. ആരെ ആ ബിഗ് ബോസിൽ മിസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ. നിക്കിത എന്നാണ് തിരിച്ചു പോകണമെന്ന് എനിക്ക് ആക്ച്വലി ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ വിചാരിച്ചത് ഇപ്പോൾ അവിടെയും മലേഷ്യയിലും ക്ലാസ്സസൊക്കെ കുറച്ച് ഡള്ളാണ്. അപ്പോൾ ഓൺലൈൻ തന്നെ തിരിച്ചു തുടങ്ങാൻ പറ്റുള്ളൂ. ബോർഡേഴ്സ് ക്ലോസ്ഡ് ആണ്, തിരിച്ചു പോകാൻ പാടാണ്. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ബിക്കോസ് മോനും ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവനും കുറച്ച് നാൾ ഇവിടെ ആക്ടിങ് സ്കൂളിലൊക്കെ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ കുറച്ച് നാൾ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവും. എന്ന് വെച്ചാൽ എങ്ങനെ പോയാലും എൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് ആ ഒരു റേഞ്ച് വരെയൊക്കെ എന്തായാലും കാണും. സോ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്തായാലും കുറച്ചൊരു 2-3 മാസത്തിൽ കൂടുതൽ ഞാനിവിടെ റൗണ്ട് അടിച്ച് നിൽക്കാനുള്ള പ്ലാനാണ്. എന്ത് തോന്നുന്നു? നിങ്ങൾ എന്താ സായിയെക്കുറിച്ചൊന്നും പറയാത്ത? സായിയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞല്ലോ, കേട്ടില്ലേ? ചേച്ചി ഒരു ഹായ് പറയാമോ? അശ്വിനി ഹായ്. എനിവേ വി ലൈക്ക് യു. താങ്ക് യു നിജോ. ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ്, ഞാൻ ആരും മിസ് ചെയ്യാതെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീണ്ടും പതുക്കെ പോകുന്നത്. ഫിറോസ് ഭാഗ്യലക്ഷ്മി സൈഡ് ഓർ ഗ്രൂപ്പിൽ കൂടുതൽ ചായ്വ് ഉണ്ടായി എന്ന് ഞങ്ങൾക്ക് തോന്നി, സത്യമാണോ? അവിടെ ഗ്രൂപ്പ് എന്നൊക്കെ അവസാനമായിട്ടാണ് ആയത്. പക്ഷേ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടൊന്നുമല്ല, നമുക്ക് ഒത്തുചേർന്ന് സംസാരിച്ചിരിക്കാനുള്ള ഒരു കോർണർ. അവിടെ പോയി നമ്മൾ ഇപ്പം ഞാൻ പറയട്ടെ, അത് അവിടെ ഒരു സ്ക്വയറാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ നോക്കി ബാ എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്തല്ലേ നമ്മൾ പോവുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോൾ ഡോർ ഇറങ്ങി ഇങ്ങനെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഭാഗ്യേച്ചി ഉണ്ടാവും. ഭാഗ്യേച്ചി ബാ പോരെ എന്ന് പറയും. അപ്പം അങ്ങനെ വിളിക്കുന്ന ഒരാളുടെ അടുത്തല്ലേ നമുക്ക് സ്നേഹപൂർവ്വം അങ്ങ് കയറി ചെല്ലാൻ പറ്റും. നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ ഒരുമാതിരി നിങ്ങൾ ഇങ്ങോട്ടാണോ വരുന്നത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ ഒരു ചമ്മലല്ലേ. അപ്പോൾ ചേച്ചിയും ഫിറോസും കിടു എപ്പോഴും ഇങ്ങനെ വാ എന്ന് പറയും. പിന്നെ എൻ്റെ കയ്യിലൊരു ചായ ഉണ്ടാവും, എപ്പോഴും ഒരു കപ്പ് ചായ ഉണ്ടാവും. അപ്പോൾ കിടു അപ്പം വിളിക്കും, ചായ ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ അത് കഴിഞ്ഞ് ഭാഗ്യേച്ചി പോയി കഴിഞ്ഞപ്പോൾ മിക്കവാറും റംസൂൻ്റെ പുറകെ ഞാൻ തന്നെ ഓടിച്ചെല്ലും, ചായക്കോ പാലിനോ എന്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കംഫർട്ട് സോണായി ഞങ്ങൾ ഒരുമിച്ചിരിക്കണു. അങ്ങനെ ഒരു സംഗതിയുള്ളൂ. അത് ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഭയങ്കര പ്ലാനിങ് ഒക്കെ ചെയ്ത് ആർക്കെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒന്നുമില്ല. അവിടെ എല്ലാവരും സ്വീറ്റാണ്. പുലിയാണ് ആരാണ്? പ്രണവ് മോഹൻലാലാണ് പുലി. സമ്മതിച്ചു. പ്രണവ് മോഹൻലാൽ ഇസ് എ പുലി. സാനിയ ഹായ്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് സൂര്യ? ഞാൻ പറഞ്ഞല്ലോ. അഡോണിയെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ? തീർച്ചയായിട്ടും പറയാം. അഡോണി വളരെ നല്ലൊരു കോമ്പറ്റീറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. എനിക്കും അഡോണിക്കും നല്ല ഒരു എന്താ പറയുക, ചാടിപ്പോണു. എനിക്കും അഡോണിക്കും നല്ലൊരു
ഫ്രണ്ട്ഷിപ്പ് തന്നെ അവിടെ ഉണ്ടായി. ഇപ്പം ഈ നേരത്തെ ഈ പറഞ്ഞ പോലെ ഭാഗ്യേച്ചി പോയതിന് ശേഷം കിഡു, റംസു, അഡോണി ഞങ്ങളെല്ലാവരും നല്ലൊരു റാപ്പോ ഉണ്ടായിരുന്നത് തന്നെയാണ്. വൈ ഡിഡ്ന്റ് യു കോൾ Feroz out when he was saying wrong things, especially when he said that cruel stuff about Dimple? Isn't that what good friends should be? Thoughts are powerful. See, അത് ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, പക്ഷേ അതൊരു ടാസ്ക് ആയിരുന്നു. ഓക്കെ, നമ്മൾ ഡിംപുവിനെ അത്രയും എഫക്റ്റ് ചെയ്യുന്നത് നമ്മളും പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മൾ ഡിംപു കരഞ്ഞതും കണ്ടിരുന്നില്ല. നമ്മൾ വെളിയിലായിരുന്നു, ഡിംപു അകത്തായിരുന്നു. അപ്പോൾ അത് നമ്മൾ കാണാത്തൊരു സീനാണ്. പക്ഷെ അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി. അദ്ദേഹവും മാപ്പ് പറഞ്ഞു. നമ്മളത് അത്രയും ഒരു ഇമ്പാക്റ്റ് വരും അങ്ങനെയല്ല, നമ്മളൊരു ബസർ ടു ബസർ ടാസ്ക് ആയിട്ട് നമ്മൾ കരുതിയുള്ളൂ. അപ്പോൾ അത് നമുക്ക് പറ്റിയൊരു തെറ്റാണ്. അത് നമ്മൾ നേരത്തെ ഡിംപുവിനെ അത്ര എഫക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ സത്യമായിട്ടും എൻ്റെ കുട്ടികളാണ് സത്യം, ഞാനും ഫിറോസും എല്ലാം പോയി സോറി പറഞ്ഞേനെ. അതിൻ്റെ ഒരു നമ്മൾ അത്രയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, അതൊരു ടാസ്ക്കായിട്ട് നമ്മളൊരു ചോദ്യം ചോദിച്ചു, അവളില്ല അങ്ങനെയല്ല എന്ന് പറയുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു ടാസ്കിൻ്റെ ഒരു കാഠിന്യം കൂടിപ്പോയി. അതിന് ഞങ്ങളെല്ലാവരും, അതായത് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് ഞാൻ അവരെ ബിഹാഫ് ചെയ്തുകൊണ്ട് പറയാണ്, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും വിഷമം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെരി വെരി സോറി. അത് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ അല്ല, അത് കിടു തന്നെ പറഞ്ഞത്, അങ്ങനെ തന്നെ ഞാനും പറയുന്നു. സിന ഹായ്. ഫിനാലെ ആരൊക്കെ വരും എന്നാണ് തോന്നുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചേച്ചി ഡസൻറ്റ് മാറ്റർ നെഗറ്റീവ് കമൻറ്റ്സ്, വി വിൽ സപ്പോർട്ട് യു ചേച്ചി. We know you're an awesome personality, very genuine and strong. Thank you so much, Neeta. Because എല്ലാവരും റിയൽ ആണോ ഫേക്ക് ആണോ അറിയില്ല. ഫിറോസ് അടിപൊളിയാണ് സത്യം. ചേച്ചിയെ ഒരു ഹായ് തരാമോ? ഓ ഹരി, യെസ് ഹായ്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു ആൻഡ് യുവർ ഓർണമെന്റ്സ്. താങ്ക് യു സോ മച്ച് സ്നേഹാജി. Your voice is superb, so try to sing. Shanu, I am definitely going to take that. Tell us about Ramzan. പറയാട്ടോ ഒരു മിനിറ്റ്. ചേച്ചി, യു ഹാവ് എൻ അമേസിംഗ് പേഴ്സണാലിറ്റി. ഐ എം സോ ഇൻസ്പയർഡ് ബൈ. താങ്ക് യു ജോസൂട്ടി. Anali, thank you so much. Favorite contestant. Thank you. I love you all. Wow. ശിവദം ശിവനാമം എനിക്ക് ട്രാക്ക് അയച്ചു തരൂ, ഞാൻ അത് എന്തായാലും ചെയ്തിരിക്കും. തന്നെ അയച്ചു തരാം ചേച്ചി. താങ്ക് യു സോ മച്ച്. വാവ് ധന്യ, താങ്ക് യു സോ മച്ച്. ലവ് യു ചേച്ചി. പറവൂരാണോ ഇപ്പോൾ? അതെ, ഇപ്പോൾ പറവൂരാണ്. മണിക്കുട്ടൻ ജയിക്കോ ചേച്ചി? ജയിക്കാൻ സകല സാധ്യതകളുണ്ട്. ഈസ് എ വെരി സ്ട്രോങ് കണ്ടസ്റ്റന്റ്. ഹായ് ഗോർജസ്, ഇറ്റ് ഹസ് ബീൻ ലോങ് സിൻസ് ഐ ഹാവ് സീൻ യുവർ ഒഡിസി. Oh wow, Ram, that would be great. Mardal, if you play Mardal, I will definitely dance non-stop. ഫസ്റ്റ് വീക്ക് ആകാശ് ശിവൻ. ഫസ്റ്റ് വീക്ക് ഞാൻ റംസുവിനെ കുറിച്ച് സംസാരിച്ചതാണ്. ഞാൻ റംസുവിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ഫസ്റ്റ് വീക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആരെയും അറിയില്ല, എന്നെ ആർക്കും അറിയില്ല. അപ്പം ആ അറിയുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് സൈലന്റ് എന്നല്ല, ഞാൻ കാണിച്ചതൊന്നും വന്നില്ല. ലോക്കർ 77 ഛർദിക്കാൻ വരുന്നുണ്ടോ? ഈ ലൈവിന് വരുന്നവര് ആര് വരണം എന്ന് പറയുന്നില്ല, പക്ഷെ ഛർദിക്കാൻ മാത്രം ഉണ്ടെങ്കിൽ ടേക്ക് യുവർ സെൽഫ് ഔട്ട് ഓഫ് ഹിയർ. എന്തിനാ വെറുതെ കണ്ട് ഛർദിക്കണേ? ബാക്കിയുള്ളവരെ പോയി സപ്പോർട്ട് ചെയ്യൂ, അതല്ലേ നല്ലത്. Do you think Feroz influenced you because your opinions were very similar, rather almost identical? Do you think Feroz influenced you because your opinions were very similar? Thoughts are powerful. See, Feroz, നമ്മളൊരു ഒപ്പീനിയൻ പറയണോ എന്ന് വെച്ചിട്ട് അതൊരു ഇൻഫ്ലുവൻസ് ആവുന്നില്ല. ഒരാളുടെ ഒപ്പീനിയൻസ് കേട്ടു എന്ന് വെച്ചിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നില്ല. അത് കേട്ടു, അത് പറഞ്ഞു, പൊക്കോളൂ, കുഴപ്പമില്ല. അത് കേട്ടു, അത് പറഞ്ഞു. ലൈക്ക് സി, ഒരാൾ നമ്മളോടൊരു ഒപ്പീനിയൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നമ്മൾ പ്രവർത്തിച്ചാലേ അത് ഇൻഫ്ലുവൻസ്ഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് കറക്റ്റായിട്ട് തോന്നിയതേ ഞാൻ ചെയ്തിട്ടുള്ളൂ.
ഫിറോസിൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട്. അത് പല പ്രാവശ്യം ഒരേപോലെ ആയിട്ടുണ്ട്, പല പ്രാവശ്യം ഒരേപോലെ അല്ലാതെയും പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണല്ലോ ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ ഫ്രീലി നമ്മുടെ പേഴ്സണാലിറ്റി വെച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഞാൻ പേടിച്ച് ആരെയും ഞാൻ പേടിച്ച് എൻ്റെ ഒപ്പീനിയൻ പറയാതിരുന്നിട്ടില്ല. വിഷമിപ്പിക്കരുത് എന്ന് വെച്ചിട്ട് ഞാൻ പറയാതിരുന്നിട്ടുണ്ട്. പക്ഷെ പേടിച്ചിട്ടൊന്നുമില്ല, അതിന് ഇൻഫ്ലുവൻസ്ഡും ആയിട്ടില്ല. ഐ ഷുഡ് സീ ദിസ്. ബിഗ് ബോസിലെ വിരാട് കോഹ്ലി ചേച്ചിയാണ്. ഓ, താങ്ക് യു സോ മച്ച്. റംസുവിനെ പറ്റി പറയൂ. കൃഷ്ണവേണി റംസു എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. വരുന്ന വഴി ഞാൻ അവൻ്റെ പുറകെ അവനെ എന്താ പറയുക, ഇങ്ങനെ ഡേ എന്നും പറഞ്ഞ് നടക്കും. റംസു ഇസ് എ വെരി നല്ല കുട്ടിയാണ്. കുറച്ച് ദേഷ്യം ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ അത് മാറ്റി ഭയങ്കര കൂട്ടായിട്ട് നിന്നു. എല്ലാ ഇഷ്യൂസും റിസോൾവ് ചെയ്തു. അവൻ എൻ്റെ അടുത്ത്, എന്നെ പോടിയെന്ന് വിളിച്ച ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു, അവൻ എൻ്റെ അടുത്ത് അത് സോറി എന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചെറുപ്പേർ, അത് തെറ്റായ കാര്യമാണ്, അത് അവനും അറിയാം. അത് ഇമ്മീഡിയറ്റ്ലി അവനത് സോറി പറഞ്ഞു. അവന് പണിഷ്മെൻറ്റ് കിട്ടിയപ്പോഴും അവനത് സോറി പറഞ്ഞു. സോ ഒരു 22 വയസ്സുകാരൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ചെറുപ്പേര് തെറ്റാണ്, അത് എക്സ്പെക്റ്റ് ചെയ്യുന്നതല്ല. പക്ഷെ അതിൻ്റെ റിഗ്രറ്റ് അവൻ ചെയ്തു ഇമ്മീഡിയറ്റ്ലി. സോ ഒരു അമ്മ എന്നുള്ള നിലയിൽ തന്നെ അവൻ എന്നെ സന്ധ്യാമ്മ എന്ന് വിളിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അവൻ്റെ അമ്മ എന്നല്ല, പക്ഷെ അമ്മയെ പോലെ. എനിക്കൊരു 21 വയസ്സുകാരൻ മോനുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവൻ നല്ലൊരു കുട്ടിയാണ്, നല്ല ഡാൻസറാണ്, നല്ല ടാലൻറ്റഡ് ആണ്. ഡെഫിനറ്റ്ലി അഞ്ജലി, ഞാൻ എൻ്റെ ലിമിറ്റഡ് ടെക്നോളജിക്കൽ അറിവ് വെച്ച് ഞാൻ എല്ലാം പോസ്റ്റ് ചെയ്യാം. പിന്നെ നെറ്റിൻ്റെ കുറച്ച് ലാഗ് ഇഷ്യൂസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഐ പോസ്റ്റ് ഇറ്റ്. കുറേ നേരമായും തോന്നുന്നു. ബട്ട് ഋതു, റംസാൻ എൻ്റെ അറിവിൽ നല്ല ഫ്രണ്ട്സാണ്. यार चेची को तो छोड़ दो, आप लोग इनसे भी न मांग रहे हो. यार चेची को तो छोड़. Sandhya Kashyap, I'm not getting that question or the comment. मांग रहे हो, okay, it's already gone. Love you guys. Thank you Neeta. Alangrita, hi. Were you upset when I got out? When I got out, thank you Saupanika. When I got out, I mean, see, comments, nalla comments of course ellarkum sandoshana. കഴമ്പില്ലാത്ത കമൻസ് ഒക്കെ വായിക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ എന്ന് തോന്നിപ്പോവും. പക്ഷെ ചില ഡിമീനിങ് കമൻസ് ഉണ്ട്. ഡിമീനിങ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എനിക്ക് എങ്ങനെ കൃത്യമായിട്ട് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു എന്താ പറയുക, വല്ലാത്ത ഒരു തരം താന്ന രീതിയിൽ എഴുതുന്ന ചില കമൻസ് ഉണ്ട്. അത് കാണുമ്പോൾ സങ്കടം തോന്നും. കാര്യം നമ്മളെല്ലാവരും നല്ല വീട്ടിൽ നിന്നും നല്ല സംസ്കാരവും നമ്മൾ ഏറ്റവും കേരളത്തിലെ ഏറ്റവും കേരളത്തിൻ്റെ ജനത, മലയാളികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഒരു ഹൈലൈറ്റഡ് സൊസൈറ്റിയാണ് എല്ലാ രാജ്യക്കാർക്കും നമ്മളെ കണ്ടാൽ ബഹുമാനമാണ്. അപ്പോൾ ആ ഒരു നിലയിലാണ് ഇപ്പം ഞാനൊക്കെ പ്രവാസി മലയാളി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കണ്ട് റെസ്പെക്റ്റ് തരുന്ന ഒരുപാട് ജനതയുണ്ട്. മലേസ് ആണെങ്കിലും, ഞാനിപ്പോൾ കുവൈറ്റിൽ ജീവിച്ചിട്ടുണ്ട്, സൗദി ജീവിച്ചിട്ടുണ്ട്, പിന്നെ എന്താണ് മലേഷ്യയിൽ ഒരുപാട് കൊല്ലം ജീവിച്ചിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തിട്ടോ. മലയാളി എന്ന് പറയുമ്പോൾ അവർക്കെല്ലാം നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് ഒരുപാട് റെസ്പെക്റ്റാണ്. അപ്പോൾ എൻ്റെ ചെറിയൊരു ഫോളോയിങ് ആണെങ്കിൽ പോലും എൻ്റെ യൂട്യൂബിലും എൻ്റെ ലിങ്ക്സിലും ഒക്കെ വായിക്കുന്നത് ഒരുപാട് പ്രവാസി മലയാളികൾ കാണുന്ന ഒരു പേജാണ്. അപ്പോൾ അതിലൊക്കെ ഒരു വല്ലാത്ത രീതിക്ക് കമൻ്റ് എഴുതുമ്പോൾ നമുക്ക് ചെറിയൊരു സങ്കടം തോന്നും. നമ്മൾ എന്താണ് കാണിക്കാൻ നോക്കുന്നത് എന്നുള്ളതേ. അങ്ങനെ സങ്കടം എന്ന് പറഞ്ഞാൽ ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. നിക്കിത, യെസ്, ലെറ്റ്സ് മീറ്റ് അപ്പ്. ചേച്ചിയുടെ ഫാനാണ് ഞാൻ. താങ്ക് യു. സന്ധ്യ ചേച്ചി ഗോണ വിൻ ബിഗ് ബോസ്. ടൈം ട്രാവൽ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്, ദാറ്റ്സ് റിയലി ഫൺ. സന്ധ്യ മാം ഉയർ, താങ്ക് യു. അമൽ രവി, യു ആർ ഉയർ, നൈസ് ടു ഹിയർ അഗൈൻ. ശ്രീജ, താങ്ക് യു സോ മച്ച്. ആൻഡ് വി ഹാഡ് എ വണ്ടർഫുൾ ടോക്ക്, സോ ദാറ്റ്സ് വണ്ടർഫുൾ. കോസ്റ്റ്യൂംസ്, മേക്കപ്പ് എല്ലാം അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച്. ചേച്ചിക്ക് വന്ന ട്രോൾസ് ഒക്കെ കണ്ടോ? എല്ലാം കണ്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലതൊക്കെ ഞാൻ ഇപ്പോഴും ക്യാച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ, എല്ലാം ഒന്ന് ക്യാച്ചപ്പ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ചിലത് കാണുമ്പോൾ നമുക്ക് അത്ര സുഖം വരുന്നില്ല. ഗൗരീഷ്, ഓഫ് കോഴ്സ്, താങ്ക് യു.
ഐലൈനർ യു ക്യാൻ യൂസ് യുവർ ഐസ് ലുക്സ് ലവ്ലി. ഞാൻ അതിൻ്റെ ട്യൂട്ടോറിയൽ എന്തായാലും ഇടാം. റംസുവിനെ കുറിച്ച് ഞാൻ ഓൾറെഡി സംസാരിച്ചു. റംസു തക്കുടു വാവാണല്ലേ നിങ്ങളുടെയൊക്കെ? അതെ അതെ, ഞാൻ ഇടയ്ക്ക് ഒരു വാവേന്ന് വിളിക്കാൻ നോക്കി, പിന്നെ അവന് ചിലപ്പോൾ അതൊരു ക്ഷീണമായാലോ എന്ന് വിചാരിച്ചിട്ട് നിർത്തി. താങ്ക് യു. മണിക്കുട്ടനെ ചേട്ടനെ കുറിച്ച് പറയാമോ? മണിക്കുട്ടൻ നല്ലൊരു പ്ലെയറാണ്. മണിക്കുട്ടനെ ഞാനും ഡെഫിനറ്റ്ലി ആദ്യത്തെ കുറേ വീക്സ് ഞങ്ങൾ ശരിക്കും കണക്ട് ചെയ്തു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് ഞങ്ങളൊരു ഒപ്പീനിയൻ ഡിഫറൻസിലേക്ക് വന്നത്. പക്ഷേ ആസ് എ പേഴ്സൺ ഞാനിപ്പോൾ ഗെയിം കഴിഞ്ഞു. എൻ്റെ 70 days എൻ്റെ പെർഫോമൻസും എൻ്റെ ഗെയിമും കഴിഞ്ഞു. ഇനി വെളിയിൽ അവരാണ് ഇപ്പോഴത്തെ പെർഫോമേഴ്സ്. അപ്പോൾ അവർ എല്ലാം നല്ല നല്ല രീതിക്ക് കളിക്കട്ടെ, എല്ലാവരും നന്നായിട്ട് ജയിക്കട്ടെ. ആൻഡ് ലെറ്റ് ദ ഷോ ഗോ വെൽ. ഡു യു തിങ്ക് ഗ്രൂപ്പിസം? ഗ്രൂപ്പിസം എന്നൊക്കെ ഭാഗ്യ ചേച്ചിയെ വിളിച്ചോ, ഷീ ഡൂയിങ് ഗുഡ്. ഭാഗ്യ ചേച്ചിയെ വിളിച്ചു, ഷീ ഈസ് ഡൂയിങ് വെരി വെൽ. ഗ്രൂപ്പിസം ഉണ്ടോ? നമ്മൾ 2-3 പേര് ഇരുന്നാൽ ഗ്രൂപ്പാവും. പക്ഷെ അവിടെ ആരെങ്കിലും കൂടി ഇരിക്കണ്ടേ? അപ്പോൾ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടാവാം, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല. എല്ലാവരും ഇൻഡിവിജ്വൽ പ്ലേയേഴ്സാണ്. അങ്ങനെ ഗ്രൂപ്പിസമായിട്ട് ഗെയിം കളിക്കാൻ പറ്റില്ല. ഇൻഡിവിജ്വലായിട്ടേ അവിടെ കളിക്കാൻ പറ്റും. സോ അത് എപ്പോഴും കാണുന്ന ആൾക്കാർ നോക്കണം, മനസ്സിലാക്കണം. അവിടെ ഗ്രൂപ്പായിട്ട് നിന്ന് ഈ ഒരു സീസണിൽ എനിക്ക് അങ്ങനത്തെ ഒരു കളി തോന്നിയിട്ടില്ല. ഗ്രൂപ്പ് അഭിപ്രായം ഉണ്ടാവും, പക്ഷേ ദ ബിഗ്ഗസ്റ്റ് ഓർ ദ മോസ്റ്റ് വാല്യുബിൾ തിങ് ദാറ്റ് യു തിങ്ക് യു അച്ചീവ്ഡ് ത്രൂ ബിഗ് ബോസ്. ഋഷി our case, the biggest and the most valuable thing I gained from Big Boss is, കണ്ടില്ലേ, ലവ് സൈൻസും ഐ ലവ് വാട്ട് ഐ എം റിസീവിങ്. ഇത്ര നല്ല കമൻസും ഇത്ര നല്ല എൻകറേജ്മെൻറ്റും മോട്ടിവേഷനും തരുന്ന കുറേ ഫ്രണ്ട്സിനെ എനിക്ക്, ഞാൻ ഫാൻസ് എന്ന് പറയുന്നില്ല, ഫ്രണ്ട്സിനെ എനിക്ക് ഇപ്പോൾ ഈ ഒരു മീഡിയയിൽ കൂടെ കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് റൈറ്റ് നൗ. ഓക്കെ, നോബി ചേട്ടൻ. നോബി അടിപൊളിയാണ്. ഒരു മിനിറ്റ്. സന്ധ്യ മനോജൻ. ഭുവന, ഡു യു ലൈക്ക് മീ? ഐ ലവ് യു. പോരെ? ഐ ലവ് യു. ഐ ലവ് ദ വർക്ക് യു ഡു. ഐ ലവ് ദ സപ്പോർട്ട് യു ഗിവ് മീ. ഐ ലവ് യു. പ്ലീസ് ചേച്ചി ഒന്ന് മൈൻഡ് ചെയ്യൂ. TM രാജേഷ്, സോറി, കുറേ മെസ്സേജ് ഇങ്ങനെ ചാടി പോണ കാരണം പോയതാണ്. ഓഫ് കോഴ്സ് മൈൻഡ് ചെയ്യാം. ഞാൻ കുറേ ചോദിച്ചു, ചേച്ചി റീഡ് പ്ലീസ്. വൈഗ, സോ സോറി, ചാടി പോയതാണ്. വലിയ ഒരു ചേഞ്ച് കൊണ്ടുവന്നോ ആകാശ് ശിവൻ? വലിയ ചേഞ്ച് കൊണ്ടുവന്നോ എന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ പ്രിൻസിപ്പിൾസിനെ വെച്ച് ഞാൻ അവിടെ ജീവിച്ചു. അത് വലിയൊരു ചേഞ്ച് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ഓഫ് കോഴ്സ് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഒരു വലിയ എക്സ്പീരിയൻസാണ്. എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ധൈര്യം, അതായത് പല ആൾക്കാരുടെ കൂടെ നിന്ന് ജീവിച്ച് നമ്മുടെ പ്രിൻസിപ്പിൾസ് വെച്ച് ജീവിക്കാൻ പറ്റും എവിടെയാണെങ്കിലും എന്ന് കിട്ടിയൊരു കോൺഫിഡൻസ് ലെവൽ ഇനി അങ്ങോട്ട് വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്യും, എൻ്റെ വർക്കിലും ഹെൽപ്പ് ചെയ്യും. ലതീഷ് ജി, താങ്ക് യു ഫോർ കമ്മിങ് ഓൺലൈൻ. എന്തെങ്കിലുമൊക്കെ ഇടും. പക്ഷേ രമ്യയുടെ എൻട്രി കണ്ട് നിങ്ങൾ ഞെട്ടിയോ? ഇല്ല ആകാശ്, ഞാൻ മാത്രമേ ഒരു ടാസ്കിൽ രമ്യ തിരിച്ചു വരണം എന്ന് പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ രമ്യ തിരിച്ചു വന്നപ്പോൾ ഞാൻ സന്തോഷിച്ചു. യുവർ ഡാൻസ് ഇസ് അമേസിങ്. താങ്ക് യു സോ മച്ച്. ഞാൻ ബിഗ് ബോസിൽ കുറേ വോട്ട്, താങ്ക് യു സോ മച്ച്. വോട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത്രയും എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു. സോ ഡെഫിനറ്റ്ലി താങ്ക് യു. മൈ ബി ബെറ്റർ ഫ്രണ്ട്സ് നൗ യു. ഉള്ളിലുള്ള ആൾക്കാർ വെളിയിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും എനിക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ വെളിയിൽ വരട്ടെ. 100 ദിവസം ഇപ്പം ഇനിയിപ്പോൾ ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. ശരിക്കും ഗോർജസ് സുന്ദരി, ഒരു നാഗകന്യക വാസുകി എന്ന് വിളിക്കാൻ തോന്നുന്നു. വിളിച്ചോളൂ പൂർണിമ. എന്നെ കിഡ്ലം ഫിറോസ് ആദ്യം അങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ പറഞ്ഞിരുന്നത്. സോ Harsh, I miss being there, but I'm here, so definitely we can, still continue this. Vaiga, thank you so much. Satyathili, Big Boss, ആരോടും വെറുപ്പ് തോന്നിയിട്ടില്ല. Very nice, that's beautiful. You were a great player, amazing dancer. Thank you so much. Thank you. Dance ഇഷ്ടപ്പെടുന്നതിന് thank you. മാത്രം കാണും താല്പര്യമുള്ളവർ. Yes. How did you tolerate ഫിറോസ്? ഏത് ഫിറോസ്? പൊളി ഫിറോസിനെ കുറിച്ചാണോ ചോദിക്കുന്നത്?
അതെ, ഇവിടെ ലോക്ക്ഡൗൺ ആണ്. ഞാനും ഇവിടെ ആണല്ലോ. അപ്പം നാളെ തൊട്ട് ഞാനും ഫുള്ളി ലോക്ക്ഡൗൺ ആയിരിക്കും. പക്ഷേ ലെറ്റ് സി എങ്ങനെ പോകുന്നുള്ളത് നമുക്ക് നോക്കാം. 16-ാം തീയതി വരെ എല്ലാവരും സൂക്ഷിച്ചിരിക്കൂ. ഡിഡ് യു ഫൈൻഡ് എനി വൺ ഇൻ ദ ഹൗസ് നോട്ട് വർത്തി ടു സേ? അയ്യോ, അതൊക്കെ പറഞ്ഞാൽ പണിയാവില്ലേ? ചേച്ചിയുടെ മലയാളം സ്ലാങ് പൊളിയാണ്. താങ്ക് യു സോ മച്ച് ചേച്ചി. ചാടി 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 സ്ട്രോങ്. താങ്ക് യു, താങ്ക് യു. ഡിംപിൾ വിൽ കം ബാക്ക്. വിൽ ഡിംപിൾ കം ബാക്ക്? അറിയില്ല എനിക്ക്. ഡിംപു വരുമെന്ന് എനിക്കറിയില്ല. ലാൽ സാറിൻ്റെ എപ്പിസോഡ് കണ്ടിട്ട് സാറ് ഡിംപു പോയി എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് സത്യമായിട്ട് എനിക്കറിയില്ല. സോ വരട്ടെ. You contact Dimple, Marisia, Bhagya, Chechi and other evicted contestants after. Yeah, ഞാൻ അഡോണിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ റെസ്പോൺസ് കിട്ടിയിട്ടില്ല. ഭാഗ്യേച്ചിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ബാനുവായിട്ട് സംസാരിച്ചു, ലക്ഷ്മി ജയനായിട്ട് സംസാരിച്ചു, മിഷേലായിട്ട് ഒരു കോൺവെർസേഷൻ വന്നു. അത് ഞങ്ങൾ ക്യാച്ചപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ സൂൺ മിഷേലായിട്ട് സംസാരിക്കും. ഇടയ്ക്കിടയ്ക്ക് വോയിസ് മെസ്സേജസ് ഉണ്ട് ഏഞ്ചലൊക്കെ ആയിട്ട്. സോ യെസ്, താങ്ക് യു അമൽ രാജു. ഉയർ നീ ആരാണ്? The show must go on. Absolutely. അവിടെ ഋതുവിനെ കുറിച്ച് കുറേ പേര് പറയുന്നുണ്ട്. ഞാൻ മിണ്ടൂല, എനിക്ക് റിപ്ലൈ തന്നില്ലല്ലോ, കുറേ ചോദിച്ചു. വൈഗ പാർവതി, ഞാൻ വിളിച്ചല്ലോ നേരത്തെ, എന്നാലും ഓക്കെ. ഹായ് റൂപക്, ആദർശ്, താങ്ക് യു സോ മച്ച്. എല്ലാവരെയും ഇഷ്ടപ്പെടും, അതല്ലേ നല്ലത്. യോ ബോണ്ട് ഋതു ആൻഡ് റംസാൻ, ഞാൻ പറഞ്ഞല്ലോ. ഹായ് സമി. ഓക്കെ, ഞാൻ കുറച്ച് താഴേക്ക് പോവാണ്. വാവ്, താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് ഒറ്റ സങ്കടം മാത്രം. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇന്ന് രാവിലെ എന്ത് സംഭവിച്ചു? മലയാളം കുറച്ച് ടൈം എടുക്കേ. എന്നൊക്കെ നിങ്ങളുടെ കൂടെ ഞങ്ങളും സഞ്ചരിക്കുന്നു. ഓക്കെ, യാ, ചില കാര്യങ്ങൾ നമുക്ക് ഇത്രയല്ലേ പറ്റുള്ളൂ. ഹായ് മേഘ്ന. ചേച്ചി, ചേച്ചി, what was the one thing you enjoyed and one thing you didn't enjoy being part of Big Boss? What I enjoyed, എനിക്ക് തോന്നുന്നത് അവിടെ ചെന്ന് ആ ഒരു ഇത് നമുക്ക് ആ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കുന്നവരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് ഹൗ ഡു ഐ ഗെറ്റ് അലോങ് വിത്ത് പീപ്പിൾ, ഹൗ നമുക്ക് ആ ഒരു നമ്മളെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യണമല്ലോ ഒരു സ്ഥലത്ത്. ലൈക്ക് വെൻ യു ഗോ സംവെയർ, എവിടെയെങ്കിലും പോകുമ്പോൾ ആ ഒരു സ്ഥലം നമ്മുടെ ആക്കിയെടുക്കണമല്ലോ, നമ്മുടെ ഒരു ഹോം ആക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു റൂം ആക്കണം. അതിന് കുറച്ച് സമയം എടുത്തു. അതെനിക്ക് എൻ്റെ തന്നെ ഐ വാണ്ടഡ് ഇറ്റ് എ ബിറ്റ് ഫാസ്റ്റർ. എല്ലാവരും പറയുന്നത് ഫസ്റ്റ് വീക്ക് കുറച്ച്, പക്ഷെ അത് കഴിഞ്ഞ് 10 weeks was a breeze. I felt at home, I felt the place very cozy. എല്ലാവരും മിസ് ചെയ്യുമായിരുന്നു. പക്ഷേ ലൈക്ക് അവിടെ ഗാഡ്ജറ്റ്സ് ഇല്ല, സമയം എത്രയാണെന്ന് അറിയില്ല, ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. സോ ഇറ്റ് വാസ് മോർ ചാലഞ്ചിങ് ടു യുവർ സെൽഫ്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ എന്ത് വന്നാലും നമ്മൾ അങ്ങനെ ഒരു ചാലഞ്ചായിട്ട് എടുക്കുമ്പോൾ എവറിത്തിങ് ഈസ് പോസിബിൾ. ഇഷ്ടപ്പെടാത്തൊരു കാര്യം, ഐ തിങ്ക് ദ അൺനോൺ, അതായത് ഒന്നും അറിയില്ലല്ലോ വെളിയിലത്തെ അത്. പക്ഷെ ദാറ്റ് ഇസ് ദ ഗെയിം, സോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് താങ്ക് യു ഫോർ ദാറ്റ് ലവ്ലി ക്വസ്റ്റ്യൻ. ഹായ് ചേച്ചി, ഐ എം യുവർ ബിഗ് ഫാൻ. ഐ എം 10 years old. വൈഗ പാർവതി, അയ്യോ ലവ് യു, താങ്ക് യു സോ മച്ച്. 10 വയസ്സുള്ള എൻ്റെ ബെസ്റ്റ് ബഡി, താങ്ക് യു സോ മച്ച്. ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഐ ലവ് ദീസ് കമൻസ്. താങ്ക് യു സോ മച്ച്. വടക്കൻ പറൂരല്ലേ ഇപ്പോൾ? ഞാനാ അശ്വിൻ. ഹായ് അശ്വിൻ. ഹായ് ശ്രീകുട്ടി, താങ്ക് യു ഫോർ ബീയിങ് സച്ച് എ വണ്ടർഫുൾ പേഴ്സൺ ഹിയർ. ചേച്ചി ഹായ് പറ. അമൃത ഹായ്. ഈസ് ഋതു ജെനുവിൻ? നിങ്ങൾ കാണുന്നുണ്ടല്ലോ ദിവസവും, എൻ്റെ അടുത്ത് ചോദിക്കണോ?
ചേച്ചി ഔട്ടായതിനു ശേഷം ഞാൻ ബിഗ് ബോസ് കാഴ്ച നിർത്തി. യു വർ എൻ ഓൺലി ജെനുവൻ പേഴ്സൺ, മിസ് യു സോ. താങ്ക് യു സോ മച്ച്. എന്നാലും കാണും മീസ് ഷോ എവിടം വരെ പോകണമെന്ന് നോക്കട്ടെ. ശാലിനി, സിംഗപ്പൂരല്ല, ഞാൻ മലേഷ്യയിലാണ് ബേസ്ഡ്, ഇപ്പം നാട്ടിലുണ്ട്. ചേച്ചി താങ്ക് യു സോ മച്ച്. ജിഷ്ണു, അങ്ങനെയൊന്നുമില്ല, സായി ഇഷ്ടമാണ്, എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഒരു ഓഫ്കോഴ്സ് അഭിപ്രായ വ്യത്യാസമുണ്ട് നമുക്ക് ഓരോരുത്തരെ, പക്ഷെ എന്നും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ദേഷ്യമാണ്, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കൊന്നും പോയിട്ടില്ല. ഇനി കൂടുതൽ അതിൻ്റെ അകത്ത് നിന്ന് അവരുടെ നല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇറങ്ങി വന്നപ്പോൾ ലാൽ സാറിന് മുമ്പിൽ വെച്ച് എല്ലാവരോടും പറഞ്ഞിട്ടൊറ്റ കാര്യമാണ്, നീതിപൂർവ്വം കളിക്കും. അതായത് നമുക്ക് നമ്മുടെ കളി കളിക്കാൻ നന്നായിട്ട് പറ്റും, അത് വേറൊരാളെ ടാർണിഷ് ചെയ്യാതെയും, പക്ഷെ ആ ഗെയിം പൊളിച്ച് കളിക്കാൻ അവിടെ പോസിബിൾ ആണ്. അപ്പോൾ അങ്ങനെ കളിച്ചാൽ എല്ലാവർക്കും നല്ലതാണ് എന്നുള്ളതാണ്. ഇൻസാഫ് അബ്ദുൽ ഹമീദ്, താങ്ക് യു. ബി ഹൗസിലെ അരേ ആൻഡ് കൂടുതൽ, ആരെയാണ് കൂടുതൽ ഇഷ്ടം? എല്ലാവരും ഇഷ്ടമാണ്. ഓക്കെ, ഹായ് ഹായ് ഹായ്, എല്ലാവർക്കും ഹായ്. ചേച്ചി പ്ലീസ് ഹായ് പറ. ഞാൻ അശ്വിൻ, യു ആർ എ ഗുഡ് പേഴ്സൺ. താങ്ക് യു. ഹായ് അശ്വിൻ. പൊളിഫിറോസായി സംസാരിച്ചു? പൊളിഫിറോസായിട്ട് സംസാരിച്ചിട്ടില്ല, പക്ഷെ സജനയായിട്ട് കുറേ നേരം സംസാരിച്ചു, വിശേഷങ്ങൾ സംസാരിച്ചു, കുട്ടികളെ കണ്ടു. താങ്ക് യു സോ മച്ച്. കോംപ്ലിമെൻറ്റ്സിനെല്ലാം ഐ എം കംപ്ലീറ്റ്ലി ഹംബിൾഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഡാൻസ് ഇഷ്ടപ്പെട്ടതിന് താങ്ക് യു. ഡെഫിനറ്റ്ലി കവേഴ്സ് ഇടാം. ഓൾ യുവർ ഓർണമെന്റ്സ്. ഡു യു കീപ്പ് എ കളക്ഷൻ ലൈക്ക് ദേ ലുക്ക് സോ ഗുഡ് ആൻഡ് യുണീക്ക്? പോള ജോർജ് എനിക്ക് ഇഷ്ടമാണ്, ലൈക്ക് യു നോ ദിസ് കൈൻഡ് ഓഫ് ഫേഡഡ് ജ്വല്ലറി. സോ ഐ കീപ്പ് ഇറ്റ് ഫോർ എ ലോങ് ടൈം. ഞാൻ എനിക്കിഷ്ടമാണ് അതിങ്ങനെ സൂക്ഷിച്ച് വെച്ച് അതിൻ്റെ ഡിഫറെൻറ്റ് ഫോമിൽ. ചില സമയം ഞാൻ മോതിരമൊക്കെ എടുത്ത് തലയ്ക്ക് വയ്ക്കും. സോ അപ്പോൾ യാ, ഐ ഹാവ് എ കളക്ഷൻ. എല്ലാം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, പക്ഷെ കുറേ സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നു. ഫജർ മാലിക്, I find you, Ritu, Kiblam, Feroz have a stand. Sai and Surya is okay. I don't understand why do they have more support than a great genuine player like you. I really don't know. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എത്ര പേർക്കാണ് നമ്മളെ ഇഷ്ടം എന്നുള്ളത്. സോ യു വെൽക്കം സന്ധി ജിജി. ഹാറ്റ്സ് ഓഫ് ഫോർ മാനേജിങ് ദോസ് ചാലഞ്ചസ്. താങ്ക് യു മേഘ. യെസ് മെൽബൺ, ലോട്ട്സ് ഓഫ് ലവ്. മൈ ലവ് ടു യു ടു ആൻഡ് ടു ഓൾ യുവർ ഫ്രണ്ട്സ്. Yeah. Dimple was not sympathy player, right? From okay, I didn't get that question. Hi Sandhya Chechi, BB House ninnu മേഘ, വാട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ലൈക്ക് ഞങ്ങളൊരു ക്യാരക്ടറൈസേഷനിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഞങ്ങൾ കളിച്ചത് എനിക്ക് തോന്നുന്നത് സർവകലാശാലയാണ്, കോളേജ് ഇതിൽ. ബിക്കോസ് എനിക്ക് പണ്ട് കോളേജിൽ ഇങ്ങനെ ഒന്ന് ഇലക്ഷന് നിന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ പിടിച്ച് എന്നെ കാൻഡിഡേറ്റ് ആക്കി. സിസിലി, ഗോതമ്പ് ദോശ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, തക്കാളി ദോശ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ക്യൂട്ട് സീനായിരുന്നു. ആൻഡ് എല്ലാം ഭയങ്കര രസമായിരുന്നു. ലൈക്ക് ക്ലാസ്സിലിരിക്കുന്നതും കൂവുന്നതും, പിന്നെ ആ ഒരു 70s ടൈപ്പില്ലേ, ഇങ്ങനെ ലൈക്ക് പറയൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഐ റിയലി എൻജോയ്ഡ് ദാറ്റ്, യു നോ. സോ ഇറ്റ് വാസ് ലൈക്ക് ഫൺ. ആൻഡ് അതിൻ്റെ കോസ്റ്റ്യൂമിങ്ങും ഭയങ്കര രസമായിരുന്നു. സോ എനിക്ക് തോന്നുന്നു സർവകലാശാല ഞങ്ങളിങ്ങനെ ആൻഡ് അതിൽ ഞങ്ങൾ അത് തീരാറായപ്പോൾ ഞങ്ങൾക്കൊരു ഓട്ടോഗ്രാഫ് ബുക്ക് കിട്ടി. ആൻഡ് ആ ഓട്ടോഗ്രാഫ് എല്ലാവരും ലൈക്ക് എല്ലാവരും അതിലെഴുതി. സോ ഭയങ്കര സങ്കടമായിരുന്നു ആ ടാസ്ക് തീർന്നപ്പോഴും. പിന്നെ ലാൽ സാർ വന്നിട്ട് പറഞ്ഞു ഇറ്റ് വാസ് റിസീവ്ഡ് വെരി വെൽ. സോ എനിക്ക് തോന്നുന്നത് എനിക്ക് ആൻഡ് അതിലൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല, ഒരു കോളേജ് ഡേ പോലത്തെ. അപ്പോൾ അതിലും എല്ലാം നമ്മളിങ്ങനെ ക്യാരക്ടർ പിടിച്ച് നടക്കും. ഇറ്റ് വാസ് ലൈക്ക് റിയലി നൈസ്. ഇറ്റ് വാസ് ഫൺ. സിസിലി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ടു ഡു ഇറ്റ്. ലൈക്ക് ഇറ്റ് ഹാഡ് എൻ ഒറിജിനാലിറ്റി ടു ഇറ്റ് സെൽഫ്. സോ ഇറ്റ് വാസ് നൈസ്. പിന്നെ കളിയാട്ടം ഈ പറഞ്ഞ പോലെ ലാൽ സാറ് മാണിക്കനായി, എനിക്ക് കാർത്തുമ്പി, ആൻഡ് മണിക്കുട്ടൻ എനിക്ക് ലാൽ സാറിനെ മീറ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സാറ്റർഡേ സാറിൻ്റെ അടുത്ത് മണിക്കുട്ടൻ പറഞ്ഞു. സോ ദാറ്റ് വാസ് ലൈക്ക് റിയലി നൈസ്. ബാല ആർ ജെ, ശരിയാണ്,
പക്ഷെ നമുക്ക് കിട്ടുന്ന ടാസ്ക് അല്ലേ ചെയ്യാൻ പറ്റൂ. സോ അത് ദാറ്റ് ക്വസ്റ്റ്യൻ ഗോസ് ടു ദ ടാസ്ക് മാസ്റ്റേഴ്സ്. സർവകലാശാല വന്നപ്പോഴാണ് BB എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. താങ്ക് യു ചേച്ചി. ഈവൻ യു ആർ ഇൻ മലേഷ്യ, വേർ യു ഇൻ കേരള? ഫസ്റ്റ് ഐ ഹേർഡ് പീപ്പിൾ വിത്ത് ഇന്ത്യൻ സിറ്റിസൺ. ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ആണ്. മലേഷ്യയിൽ സെറ്റിൽഡ് ആണെന്നേ ഉള്ളൂ. സെറ്റിൽഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു 21 years ആയിട്ട് മലേഷ്യയിൽ യോഗ സ്കൂളൊക്കെ നടത്തുന്നുണ്ട്. ഹായ് ആഷ്ലി, താങ്ക് യു. ഓക്കെ, ഐ എം സോറി, ഐ ഡിഡ്ന്റ് ഗെറ്റ് ദാറ്റ് നെയിം. ചേച്ചി ഞാനിപ്പോൾ നോർത്ത് പറവൂരാണ്. സോ അതെ, താങ്ക് യു അമൽ രാജു, താങ്ക് യു സോ മച്ച്. സിന ക്രഷ് പേര് പറഞ്ഞല്ലോ. അജിത് മനു. സിസ്ലി ചേച്ചി, അതെ അഭയ്, താങ്ക് യു ചേച്ചി. വൈ യു നോട്ട് സേയിങ് എനിത്തിങ് അബൌട്ട് യുവർ ബോണ്ട് വിത്ത് ഋതു റംസാൻ? എനിക്ക് ഋതുവായിട്ടൊരു ബോണ്ടുണ്ട്, റംസാനായിട്ട് ബോണ്ടുണ്ട്, ഋതുസാനായിട്ട് ബോണ്ടില്ല. സോ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ? സ്ക്രിപ്റ്റഡ് ആണോ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഡയലോഗൊന്നും പഠിക്കാൻ തന്നിട്ടില്ല. ഞങ്ങളെല്ലാവരും എങ്ങനെ ഒന്നും കയ്യിലില്ലാണ്ട് എന്താ പറയുക, നേരെ പോവുക. 24 മണിക്കൂറും വി ആർ ഒറിജിനൽ ദെയർ. അപ്പോൾ ടാസ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനത്തെ വേറെ ഈ സ്ക്രിപ്റ്റ് ഡയലോഗൊന്നും നമ്മുടെ അതൊക്കെ ഒറിജിനലാണ്. സോ definitely it's not a scripted show. Hi Sandhya Chichi, I like your comment. Thank you. Hi Sandhya Akka, such a lovely dancer you are. Saw you performing in Ipoh. Thank you Kavita. Ipoh show, you had come for Ipoh show. Wonderful. Thank you so much. മിസ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാനാടാ, സാരില്ല, ഞാനിവിടെ ഉണ്ടല്ലോ. ചേച്ചി ഗ്രാൻഡ് ഫിനാലെ വരുമോ? വരണം എന്ന് ആഗ്രഹം ഉണ്ടടാ, പക്ഷെ അറിയില്ല. സന്ധ്യ ചേച്ചി, ഇഫ് യു ഗെറ്റ് എ ചാൻസ് ടു ഗോ ബാക്ക് ടു ബിഗ് ബോസ്, ചേച്ചി പോവും. ഡെഫിനറ്റ്ലി പോവും. ചാൻസ് കിട്ടിയാൽ പോവും. ബിക്കോസ് എനിക്ക് ഞാൻ ഇറങ്ങിപ്പോന്നപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ ഐ എം എ ഗുഡ് ഗെയിമർ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നു. ബിക്കോസ് ഇൻ ടേംസ് ഓഫ് ലൈക്ക് ടാസ്കിൽ ചെയ്യാനാണെങ്കിലും എൻ്റെ മാക്സിമം ഞാൻ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ദ ഗെയിം ആസ് എ ഷോ, അതിലിപ്പോൾ പേഴ്സണാലിറ്റി പ്രൊജക്ഷൻ ആണെങ്കിലും ഐ തോട്ട് ഐ ഹാഡ് തിങ്സ് അണ്ടർ മൈ വിങ്. സോ ഡെഫിനറ്റ്ലി വിളിച്ചാൽ ഡെഫിനറ്റ്ലി പോവും. സൂര്യ ചേച്ചി എങ്ങനെയുണ്ട്? ഷീ ഈസ് വെരി ഗുഡ്. ഐ എം എ ഡാൻസർ. എനിക്ക് മാമിനെ വലിയ ഇഷ്ടം. താങ്ക് യു സോ മച്ച്. That is Devu. Thank you Devu. Thank you Paula. Thank you Deepu. Thank you Deepu. Of course Dimpune ഇഷ്ടമാണ്. സി അവിടെ നമുക്ക് ഒരാളിൽ നല്ലതും ചീത്ത എന്നല്ല, നമ്മുടെ ഓരോ സിറ്റുവേഷനിൽ ഇപ്പം നമ്മൾ ഓരോ ടാസ്കിൽ കയറുമ്പോൾ നല്ല രസമാണ്. ചില ടാസ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ടീംസിൽ വരും. ഡിംപൂന്ന് മാത്രമല്ല, പലരുമായിട്ട് നമ്മുടെ തൊട്ടിപ്പുറത്ത് ഇരിക്കുന്ന ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴായിരിക്കും അപ്പുറത്തെ ടാസ്കിൽ പോകണം. അപ്പം നമ്മൾ അതന്നെ, അയ്യോ നമുക്ക് ഒരുമിച്ചൊരു, അപ്പോൾ ടീം മാറ്റുന്നത് ഇപ്പോൾ 1-2 ആയിരിക്കും. അപ്പോൾ 1 ഒരാളാവും, 2 ഞാനായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഒറ്റ സെക്കൻഡോട് പോകാം എന്നും പറഞ്ഞാൽ അതൊരു ടാസ്ക്കാണ്. അത് കഴിഞ്ഞ ടാസ്ക് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് പോകും. അല്ലെങ്കിൽ ചില കുറച്ച് നേരം അതിങ്ങനെ നിൽക്കും. പക്ഷെ അത്രയേ ഉള്ളൂ. സോ ഒരാളെ ഇഷ്ടം, ഒരാളെ ദേഷ്യം അങ്ങനെയല്ല. അത് നമുക്ക് ഇഷ്ടമാണ്, എല്ലാവരെയും ഇഷ്ടമാണ്. അത് ആദ്യത്തെ ഒരു ആഴ്ച തന്നെ നമുക്ക് ആ ഒരു ഇതിലേക്ക് കയറി. സോ ഡെഫിനറ്റ്ലി എല്ലാവരെയും ഇഷ്ടമാണ്. എല്ലാവരുമായിട്ട് നല്ലൊരു എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പോട് കൂടി തന്നെ എൻ്റെ മനസ്സിൽ എനിക്ക് ഇറങ്ങാൻ പറ്റി. ആൻഡ് ബോംബ്, I was surprised to see you evicted. Honestly, I was also surprised because ആ സമയത്ത് പലരും പറഞ്ഞു ഇല്ലല്ല, ലൈക്ക് അവിടുത്തെ ഉള്ളിലത്തെ കണ്ടസ്റ്റൻസ് തന്നെ പറഞ്ഞു നോ വേ യു ക്യാൻ ഗെറ്റ് എവിക്റ്റഡ് ദിസ് വീക്ക് എന്ന് പറഞ്ഞു. പക്ഷെ ഇറ്റ്സ് എ ഗെയിം. സോ അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. താങ്ക് യു മാധവ്. ഹായ് നവൂസ്. ചേച്ചി എൻ്റെ പേര് മനസ്സിലായില്ല. ദാറ്റ് നെയിം ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. അദ്വൈധുൻബുദ്ധി ആണോ? ശരിയാണോ? ദേവു, താങ്ക് യു സോ മച്ച്. പേയ്മെൻറ്റിൻ്റെ കാര്യം ഇങ്ങനത്തെ ഒരു മീഡിയയിൽ ചോദിക്കരുത് പ്ലീസ്.
Sorry, just came online. Where are you now? And did you talk to anyone? Are you back to Malaysia, Didi? No, Anil. I'm very much in Cochin. The borders are closed, so I won't be able to. Sharmi, hi Sharmi. Thank you for joining us. Predict top 5. അതൊക്കെ കുറേ predict ചെയ്തതാടാ കൃഷ്ണരാജു. So just let's just watch and see where it goes. Come on guys, in the top 5. എല്ലാവരും top 5 contestants ആണ് അവിടെ. A very strong contestant. Thank you so much. ബിഗ് ബോസ് ഹൗസും മോഹൻലാലും ഉള്ള സ്റ്റേജും നിയർ ആണോ? അതെ, നിയർ ആണ്. ചേച്ചി, യുവർ ഐസ് ആർ വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ദുന്ദുബി ശ്രീനിവാസൻ. വാവ്, നൈസ്, വെരി നൈസ് നെയിം, ദുന്ദുബി. താങ്ക് യു സുമായ. Did you get to talk to anyone who got evicted? എല്ലാവരുമായിട്ടും ആനന്ദ്, I managed to speak to most of them. Only a few of them I haven't got into touch. Hi ma'am, I'm Nandana. Hope you and your family is doing great. Yes, thank you so much and please stay safe. ചേച്ചി ഫുഡ് കഴിച്ചോ? കഴിച്ചിട്ടില്ല, ഓടിപ്പോയി കഴിക്കണം. അമ്മയെ ഹെൽപ്പ് ചെയ്യണം. നെക്സ്റ്റ് ലൈവ് എപ്പോഴാണ്? നിങ്ങൾ പറയുമ്പോൾ വരാം. നമുക്കൊരു ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ച് വരാം. പ്രോബബ്ലി അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും നമുക്ക് വേറെ ടോപ്പിക്സ് ഡിസൈഡ് ചെയ്യാം. ലൈക്ക് യുനോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. എനിക്ക് കുറച്ച് പേഴ്സണൽ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചല്ല, കുറേ വന്നിട്ടുണ്ട്. കുറേ ഞാൻ റെസ്പോണ്ട് ചെയ്യാം. ഐ എം ജസ്റ്റ് സ്ലോലി ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ്. പക്ഷേ എന്താ പറയുക, എനിക്ക് കുറച്ച് തക്കുടു വാവ സ്പോട്ടഡ്. ഓക്കെ, എനിക്ക് കുറച്ച് കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ ടീനേജേഴ്സ് എനിക്ക് കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ദറ്റ് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടോക്സ് സംസാരിക്കുമെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ആൻഡ് ഐ തോട്ട് ഇറ്റ് വാസ് വെരി ഇൻസ്പിറേഷണൽ. അവർക്ക് ഒരു യെസ് മേഘ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. അപ്പോൾ അങ്ങനെ ടീനേജേഴ്സിന് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെസ്സേജ് നമുക്ക് ഒരു സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു ടോക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്ലീസ് സജസ്റ്റ്. ബിക്കോസ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ, നമുക്ക് നല്ല മെസ്സേജസ് കൊടുക്കാം, നമുക്ക് നല്ല പേഴ്സണാലിറ്റീസിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഫണ്ണായിട്ട് ചെയ്യാം, ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും അല്ല കേട്ടോ. മണിക്കുട്ടിനെ കുറിച്ച് കുറേ പറഞ്ഞു, സായിയെ കുറിച്ച് കുറേ പറഞ്ഞു. Me and my family is a very... Oh, thank you so much, Janaki. Thank you so much. Vivek, hi. Paula George, yes. Chechi, you deserve the title. Such a strong woman. Thank you so much, Malavika. You saying that, I feel like a winner. So, thank you so much. About Takkudu Vava kore parnu Ramzune kurchu. You maintained a class throughout the show. Thank you so much, Dr. Rashid. Did a 10 standard... Did a 10 standard, of course. 10th class ആയെന്ന് വെച്ചിട്ട് ഡാൻസ് കളയാതിരിക്കല്ലേ പ്ലീസ്. ഓൾവേസ് പ്രാക്ടീസ്. താങ്ക് യു ബാല. ഹലോ നിമി, ഹൗ ആർ യു? ഹൗ ഇസ് അച്ഛൻ ആൻഡ് അമ്മ ഡൂയിങ്? അവർ പറവൂരനെ ഉണ്ടോ? ഞാൻ സോങ് DM ചെയ്തിട്ടുണ്ട്. താങ്ക് യു, ഞാൻ നോക്കാട്ടോ. ബൈ. സോറി. യെസ് അശ്വതി, ഹായ്. മീനോസ് അശ്വതി, ഓഫ് കോഴ്സ് വിളിച്ചിരുന്നു. അല്ല, ഞാൻ മിസ് കോൾ കണ്ടു. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു സൂൺ കേട്ടോ. ഇപ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ടാണ്. യുവർ എൻട്രി ആൻഡ് എക്സിറ്റ് ഡിഡ് എ ക്ലാസ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ബൈ. ഐ തിങ്ക് ഇന്നത്തെ ലൈവ് നമുക്ക് വേണമെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇത്രയും വിശേഷങ്ങൾ പറയാൻ പറ്റിയതും നിങ്ങളുടെ കൂടെ ഇത്രയും നേരം ഇരിക്കാൻ പറ്റിയതും ഇൻ ബിറ്റ്വീൻ കട്ടായി പോയിട്ട് നിങ്ങൾ ഇത്രയും പേര് തിരിച്ചു വന്നതിനും താങ്ക് യു സോ മച്ച്. അത് മാത്രമല്ല, യെസ്, അങ്കിൾ ആൻഡ് ആൻറ്റി ഈസ് ഡൂയിങ് ഫൈൻ നിമ്മി. സോ എല്ലാവർക്കും ഒരു വലിയ വലിയ താങ്ക് യു. ബിക്കോസ് എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ അകത്തേക്ക് പോയപ്പോൾ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഐ ഹാവ് സച്ച് an extended family and friends. നിങ്ങളെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. സോ താങ്ക് യു സോ മച്ച്. സുമയ്യ, ഹായ്. എന്തായാലും ഞാൻ വേറെ ലൈവ് ചെയ്യാം ആൻഡ് ഡാൻസ് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ വണ്ടർഫുൾ കമൻറ്റ്സ് ആൻഡ് സപ്പോർട്ട്. ഇത് ഭാവിയിലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ പ്ലീസ് സ്റ്റേ സേഫ്.
നമ്മൾ സൂക്ഷിച്ചാലേ നമുക്ക് വേഗം ഒരു സേഫ്റ്റിയിലേക്കും അതേപോലെ നമ്മുടെ കാര്യങ്ങളിലേക്കും നമുക്ക് കടക്കാൻ പറ്റും. ആൻഡ് കീപ് സപ്പോർട്ടിങ് ബിഗ് ബോസ്, കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് ഗുഡ് പ്ലേയേഴ്സ്. ആൻഡ് ഐ എം ഓൾവേസ് ഹിയർ. We'll catch up soon. Thank you so much. Love you all and see you soon. Hey Yas, sorry I'm kind of signing out, but let's catch up soon. Thank you for joining. Okay, love you all. Thank you so much. Okay, ഇനി ഇത് എങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടതെന്നും കൂടെ ചിലപ്പോൾ ഞാൻ ഒരിത്തിരി സമയം എടുക്കും, but then I found out. അപ്പോൾ വീണ്ടും കാണാം.